പണ്ട് കാലത്ത് സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടതെന്നുള്ളത് പോലും ഇവർക്ക് അറിയാം. ഗർഭധാരണം തടയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവങ്ങളുടെ ഇടവേള കൂട്ടുന്നതിന് വേണ്ടിയും ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്, താൽക്കാലിക മെത്തേഡുകളുണ്ട്. ആ താൽക്കാലിക മെത്തേഡ് ഇപ്പൊ മാഡം സൂചിപ്പിച്ച കോണ്ടം അതിപ്പോ കോമൺ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഹായ് എവരി വൺ, വെരി ഗുഡ് മോർണിംഗ്. ഹലോ റേഡിയോ 90.8 കമ്മ്യൂണിറ്റി റേഡിയോയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതൊരു സ്പെഷ്യൽ ഡേയോടനുബന്ധിച്ചിട്ടാണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 വരെയാണ്. അപ്പം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഡോക്ടർ ഷീജ, ഡിസ്ട്രിക്ട് RCH ഓഫീസറാണ് കൂടെ ഇരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം ഹലോ റേഡിയോയിലേക്ക്. സ്നേഹത്തോടെ സ്വാഗതം ഡോക്ടർ ഷീജ. നമസ്കാരം. ഡിസ്ട്രിക്ട് RCH ഓഫീസർ, ഒരുപക്ഷെ ഇതിൻ്റെ ഒന്നും ഫുൾ ഫോം ഒന്നും കാര്യമായിട്ട് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡിവിഷന് ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ? ഞാൻ ശരിക്കും ഡെപ്യൂട്ടി DMO ആണ്. എനിക്ക് തന്നിരിക്കുന്ന ചാർജാണ് RCH, റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർ. അതൊന്നും കൂടി വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, നിയോനേറ്റൽ, ചൈൽഡ്, അഡോളസെന്റ് ഹെൽത്ത് പ്ലസ് ന്യൂട്രീഷൻ, അതിന്റെ ചാർജാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു ഫാമിലി പ്ലാനിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അത് അമ്മയുമായിട്ടും കുഞ്ഞുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ എന്ന രീതിയിൽ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ, നമുക്ക് ജനസംഖ്യ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എണ്ണപ്പെട്ടവരാണ്. പക്ഷേ അതിൻ്റെ ഒരു വലിയ വർധന ഭൂമിയിൽ നടക്കുന്നുണ്ടെന്നും പറയുന്നു. ഒരിടവേളയിൽ അത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഈ ജൂലൈ 11 ഇങ്ങനെ ഒരു പ്രാധാന്യ ദിവസം കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത്? എന്താണ് നമ്മൾ അറിയേണ്ടത്? ഇപ്പോൾ ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം 1987 ലോകത്തിൻ്റെ ജനസംഖ്യ 5 ബില്യണിലേക്ക് എത്തിയത്. അപ്പം അന്ന് ലോക ജനസംഖ്യ ദിനം ആചരിക്കപ്പെടണം എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി 1990 ജൂലൈ 11 ആദ്യത്തെ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. അപ്പം ഈ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്ന വേളകളിൽ ലോക ജനസംഖ്യയുടെ വർധനവിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ, അതായത് ലോകത്തിൽ ഉണ്ടാകുന്ന കുറേയധികം കാര്യങ്ങൾ, അവിടെ വിഷയങ്ങൾ, ജനസംഖ്യ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ജനസംഖ്യ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അതോ വർധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അപ്പോൾ വർധനവെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു നിയന്ത്രണം നമുക്ക് അവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണോ? നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ 800 കോടിയിൽ നിന്ന് 1000 കോടിയിലേക്ക് എത്താനായിട്ട് അധിക കാലം എടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ വർധനവ് ഒരു പക്ഷേ നമ്മുടെ ബാക്കി ജീവിത രീതികളെ ജനങ്ങൾക്ക് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ലോക ജനസംഖ്യ വർധനവിന് കാരണമായത് എന്തൊക്കെയാണെന്ന് മാത്രം ഞാൻ ആദ്യം പറയാം. 1, ജനനനിരക്ക് കൂടുക. 2, മരണനിരക്ക് കുറയുക. 3-ാമത്തെ കാര്യം ഫെർട്ടിലിറ്റി റേറ്റ് കൂടുക. 4-ാമത്തെ ഒരു മൈഗ്രേഷൻ. അപ്പൊ ഈ ഇത്രയും ഘടകങ്ങൾ ലോക ജനസംഖ്യയെ സ്വാധീനിക്കുന്നു. ഇപ്പം നമ്മുടെ രാഷ്ട്രം എടുക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെയും ഇത്രയും കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ മരണനിരക്ക് കുറയുക എന്നുള്ളത് നല്ലൊരു ആരോഗ്യ സൂചനയാണ്. പക്ഷെ ഈ ആരോഗ്യ സൂചനയിൽ തന്നെ 60 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ കുറേ അധികം മുതിർന്ന ആളുകൾ പ്രൊഡക്റ്റീവ് ലൈഫ് നയിക്കാൻ പറ്റാതെ രോഗാതുരതയും രോഗപീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രത്തിന്റെ നിർമ്മാണ പുരോഗതിയെ സാരമായി ബാധിക്കുമല്ലോ. അപ്പൊ അവര് നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഗവൺമെന്റ് കുറേ കർമ്മ പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളായി. അപ്പൊ ആ കാര്യം ഓക്കെ, അത് അങ്ങനെ നിൽക്കാം. പിന്നെ നോക്കേണ്ടത് ജനന നിരക്കാണ്. ജനനനിരക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ വേൾഡ് ജനനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 2025 ഫുള്ളും 26 ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ബർത്ത് പെർസെൻറ്റേജ് വളരെ കുറവാണ്. കുഞ്ഞുങ്ങളുടെ ജനനം വളരെ കുറവാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജനനം വളരെ കുറവാണെങ്കിലും പ്രഗ്നൻസികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാരണമാണ്. അനാവശ്യ ഗർഭധാരണമാണ് അപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള
പ്രഗ്നൻസി, അതായത് അമ്മയ്ക്ക് കുഞ്ഞിനെ വേണ്ടാത്ത ഗർഭങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹിഡൻ പ്രഗ്നൻസികൾ, മൂടിവെച്ച പ്രഗ്നൻസികൾ, അത് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ യുവതലമുറകളിലും അതുപോലെ തന്നെ അഡോളസെൻ്റ് ഗ്രൂപ്പിൽ എന്തിന് നമ്മൾ സ്കൂൾ ലെവലിൽ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞ കുട്ടികളിൽ പോലും ഈ പ്രഗ്നൻസി നടക്കുന്നുണ്ട്. അതുമൂലം എന്താണ് സംഭവിക്കുന്നത്, എന്ത് ഭവിഷ്യത്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും പ്രധാനമുള്ളത് അബോർഷൻ്റെ നിരക്ക് കൂടെയാണ്, MTP കൂടുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ ഗർഭിണിയായ ഒരു പെൺകുട്ടി അബോർഷൻ നടക്കണമെങ്കിൽ അവരുടെ ആരോഗ്യത്തിനെ നന്നായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തൊരു പ്രഗ്നൻസി വരുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് ഇവർക്ക് വരുന്നത്. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, കുഞ്ഞിനെ അപ്പം തന്നെ വളരെ ക്രൂരമായി കുഞ്ഞിനോട് ചെയ്യുന്ന ഹത്യകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായിട്ട് ഇന്ത്യ വന്നിരിക്കുന്നു. കേരളത്തിലും നമ്മുടെ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ അനുസരിച്ചിട്ടുള്ള കൂടുതൽ ആളുകൾ ഇവിടെയുണ്ട്. ഇതിനിടയിലാണ് മാഡം ഈ പറയുന്ന ഗർഭധാരണങ്ങൾ നടക്കുമ്പോൾ പോലും പ്രസവമായിട്ട് അത് പരിണമിക്കുന്നില്ല എന്ന് പറയുന്നത്. വളരെ വ്യസനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജീവനെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ പോലും അത് ആവശ്യമുള്ളൊരു ഘട്ടം, ഒരു സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ അതെന്ന് വരുമ്പോൾ കൃത്യമായിട്ട് പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ അതോ കുടുംബങ്ങൾക്കാണോ ഇങ്ങനെ ഒരു ബോധവൽക്കരണം നമ്മൾ കൊടുക്കേണ്ടത്? സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടോ കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് വലിയ രീതിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിനും ആകെ ഒരു അവയർനെസ്, ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു. കുട്ടികൾ ശരിയാണ്, അവരൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ തൊട്ട് എഡ്യൂക്കേഷൻ്റെ ഒരു പാഠഭാഗമായിട്ട് ഇത് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ്. അത് ഈ നമ്മുടെ ഫാമിലി പ്ലാനിങ് അത് മാത്രമല്ല, ഒരു എന്താ പറയുക, സംസ്കാരം, നല്ല നല്ല ശീലങ്ങൾ, അതൊക്കെ അങ്ങ് ഡെവലപ്പ് ചെയ്ത്, മൂല്യങ്ങൾ അതൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള സംസ്കാരം വളർത്തിയെടുക്കുക, നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കുക, അങ്ങനെ ഒരു വളർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ ഭവിഷ്യത്തുകളിലേക്കൊന്നും നമ്മുടെ യുവതലമുറ പോകുകയില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ പഴഞ്ചനെന്ന് മുദ്ര കുത്തുകയാണ് ഇന്നത്തെ യുവതലമുറ. അത് ടീനേജ് മുതൽ അവർ കുട്ടികളായിരിക്കുമ്പോഴും അവർ സ്കൂളുകളിൽ ഒരുമിച്ച് നടക്കുകയും അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും 10-13 വയസ്സിൽ തന്നെ പ്രണയ നൈരാശ്യവും അതിനോടനുബന്ധിച്ച് വരുന്ന ചില കാഴ്ചകളൊക്കെ നമുക്ക് വേദനിപ്പിക്കുന്നതാണ്, അവരുടെ ഒരു ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്. പക്ഷേ സൃഷ്ടിപരമായിട്ടുള്ള മനുഷ്യരുടെ കഴിവിനെ നമുക്ക് ഒരിക്കലും മൂടിവെക്കാനോ ജീവന്റെ ആ ഒരു പരിണാമത്തെ നമുക്ക് നിർത്തിക്കളയാനോ സാധിക്കുകയില്ല. പക്ഷെ അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നേരത്തെ മാഡം പറഞ്ഞതുപോലെ മൂല്യങ്ങൾക്ക് സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്കിതെങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള തിരിച്ചറിവല്ലേ ഏറ്റവും മനോഹരമായിട്ട് വേണ്ടത്? തീർച്ചയായിട്ടും അതും വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പം മാഡം പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ യുവതലമുറയ്ക്കുള്ള അവരുടെ ആവശ്യങ്ങൾ, നീഡ്സ് ഒന്നും നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. അത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോൾ മൂല്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസക്തിയുണ്ട്. കാരണം ഈ മൂല്യങ്ങൾ ഒക്കെ സ്വാധീനിക്കുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂല്യത്തിനും അതിൻ്റെതായ ആ മൂല്യത്തിന് അതുപോലെ തന്നെ അത് അമൂല്യമായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. പഴയ കാലത്ത് ഒരുപക്ഷെ നമ്മൾ ഈ മൂല്യങ്ങളെ മുറുകെ പിടിച്ച ആളുകളാണ്. വിവാഹത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ള പിറവിന്ന് അതൊക്കെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതിനെയൊക്കെ തന്നെ തച്ചുടച്ചുകൊണ്ടാണ് നമ്മൾ പല ഹോസ്റ്റലുകളിൽ നിന്ന് പോലും പെൺകുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെയൊക്കെ വലിച്ചെറിയുന്ന കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പം ഇത് ജനസംഖ്യാ നിയന്ത്രണത്തിന് ഉപരിയായിട്ട് മനുഷ്യർ ചെയ്യുന്ന ഒരു വലിയ പാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എങ്ങനെയാണ് നമുക്ക് ഇവരോട് എന്ത് കാര്യമാണ് ഇവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? അത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ലൈംഗികത പുലർത്തുക എന്നുള്ളതാണോ, അതോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണോ? എപ്പോഴാണോ നമ്മളിപ്പോൾ ഫാമിലി പ്ലാനിംഗ് ഒക്കെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നാം ഒന്ന് നമുക്കൊന്ന്, അതിനുശേഷം കുട്ടികളുടെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്കും വന്നിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഗർഭധാരണം നടക്കുന്നത്, ഓവുലേഷൻ എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കതങ്ങനെ ഒരു ഗർഭധാരണത്തിലേക്ക് എത്തുന്നത്, അതിൻ്റെയൊക്കെ തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ മാഡം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ
ആരോഗ്യകരമായ ഒരു ലൈംഗികത എന്ന് പറയുമ്പോൾ ആ ലൈംഗിക ബന്ധത്തിന്റെ ആരോഗ്യകത എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം HIV, ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അതൊക്കെ ഇന്ന് പടരണതുണ്ട്. അപ്പൊ ആരോഗ്യകരമായ ലൈംഗിക ശീലം വളർത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നാളെ നേരത്തെ പറഞ്ഞ നമ്മുടെ യുവതലമുറ വളരെ നേരത്തെ തന്നെ സെക്സ് ചെയ്യുന്നു. പക്ഷെ ആരോഗ്യകരമല്ലാത്ത ഒരു സെക്ച്വൽ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ യുവതലമുറയിലെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ അസറ്റ് അവര് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സെക്ച്വൽ എഡ്യൂക്കേഷൻ വളരെ ചെറുപ്പത്തിലെ തന്നെ കൊടുത്തുകൊണ്ട് പോയിരിക്കണം. പക്ഷെ അവർക്ക് നീഡ്സ് ഉണ്ടായിരിക്കാം. ഒരു 18 ഇയർ ഒക്കെ കഴിയുമ്പോൾ ആ നീഡ്സിന് അതിൻ്റെതായ വഴിക്ക് വിടാം. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പറഞ്ഞ അൺവാണ്ടഡ് പ്രഗ്നൻസിയും ഹിഡൻ പ്രഗ്നൻസിയും ഒക്കെ പ്രിവെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ശരിക്കും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോ പഴയ കാലത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ, ഞാൻ എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടികൾ കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്, നിന്നെ ഞങ്ങൾ പണം കൊടുത്ത് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്, ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇന്ന് കുട്ടികൾ അതിനെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ലൈവായിട്ട് ഡെലിവറി പോലും അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ അവരിതിനെക്കുറിച്ച് ഭയങ്കര അവയർനെസ് കിട്ടുന്നുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർക്കത് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യ ഗർഭധാരണങ്ങൾ മാത്രമല്ല അവരുടെ ഹെൽത്തിനെ ഇഫക്റ്റ് ചെയ്യുന്ന പല രോഗങ്ങളും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ജനസംഖ്യാ വർധനവ്, ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് പോപ്പുലേഷൻ വളരെ അസറ്റാണ്. അത് നല്ല സ്ട്രെങ്ത്തിൽ പോകണം. അതിൽ തന്നെ മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളായിരിക്കണം. ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യുവജനങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ പറഞ്ഞില്ലേ, ഇൻഫ്ലുവൻസേഴ്സ് അവരെ സ്വാധീനിക്കുന്നു, ആ വഴി അവർക്ക് അവയർനെസ് കിട്ടുന്നു എന്ന് സൂചിപ്പിച്ചത്. ആ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വരുന്ന അങ്ങനെ ആളുകളാണെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ മാഡം. അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ അന്തസ്സത്ത അതിൽ പൂർണ്ണമായി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പോലും ഉറപ്പില്ല. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഗർഭിണി എങ്ങനെ ആവുന്നു എന്നും ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നും അവർക്കറിയാം. പണ്ട് കാലത്ത് സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടതെന്നുള്ളത് പോലും ഇവർക്ക് അറിയാം. ഓക്കെ, ഈ അറിവുകളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ വിവേകവും ഇതിന് അടിസ്ഥാനമാക്കി അടിയിലുണ്ടായിരിക്കണം. എല്ലാ തലങ്ങളിലുള്ള വിവേകം ഉണ്ടായിരിക്കണം. ഇങ്ങനെ എന്താ പറയുക, ശരിയല്ലാത്ത വിധത്തിലുള്ള സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഇപ്പം പറഞ്ഞ അസുഖങ്ങൾ പോലെ തന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഗർഭധാരണം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവർ മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കാണ്ട് ചെയ്യുന്ന സെക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള അൺവാണ്ടഡ് പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഹിഡൻ പ്രഗ്നൻസിയും ഒക്കെ ഉണ്ടാകുന്നത്. അത് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. ഒരു ജീവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊരു മൂല്യമാണോ മേഡം? അത് മൂല്യ തകർച്ചയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒരു ജീവൻ കളയാന്നുള്ള അതാണ് നമുക്ക് തടയേണ്ടത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു ജനസംഖ്യാ വർധനവിനെ കുറിച്ച് തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഒരു ഡേ വന്നിരിക്കുന്നതും തന്നെ. പക്ഷേ ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ചും കൂടുതൽ മുതിർന്ന തലമുറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ വരുന്നൊരവസ്ഥ. അപ്പം അത് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ അങ്ങനെ വരുന്നത് നല്ലതാണോ? അതല്ല, ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നമുക്ക് ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണം എന്ന് പറയാൻ പറ്റില്ല. അതിന് കുറേ സാമൂഹികമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മുടെ രാഷ്ട്രത്തിൽ മൊത്തമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് യുവതലമുറയുടെ മൈഗ്രേഷൻ തടഞ്ഞ് അവരിവിടെ തന്നെ നിർത്താം. അപ്പം തന്നെ പോപ്പുലേഷൻ കൂടാനായിട്ട് ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ യുവതലമുറ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു രീതിയുണ്ട്. ഒന്ന് സെറ്റായിട്ട് മതിയെന്ന് വിചാരിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭയാനകമായ ഭവിഷ്യത്തുകൾ വരുത്താതെ നോക്കണം. അത് ഇപ്പോൾ തന്നെ ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ തന്നെ ഒരു സന്ദേശം അതിൽ വന്നിട്ടുണ്ട്. അവിടെ പറയുന്ന ഒരു സന്ദേശം നമ്മളത് പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള,
പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്നാണ്. അപ്പം ഈ സന്ദേശം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഗർഭിണി ആവാതിരിക്കാനും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതെന്താണ്, അത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ വഴിയിലൂടെയാണ് ഇത് നടപ്പിലാക്കാൻ പറ്റുന്നതിനെ പറ്റി ഒരു ബോധവൽക്കരണം നടക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് സ്ത്രീയാണ് എപ്പോഴും പ്രസവം നിർത്തുക എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നത് സ്ത്രീ മാത്രമായിരുന്നു. പിന്നീട് ഒരു ബോധവൽക്കരണത്തിലൂടെയൊക്കെ കുറച്ചെങ്കിലും നല്ല പുരുഷന്മാർ ആ ഒരു വാസക്ടമിയിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇനി ഇപ്പം മാം പറഞ്ഞതുപോലെ ഇന്റർകോഴ്സിന്റെ ഒരു ലൈംഗികതയുടെ സമയത്ത് പുരുഷന്മാർ മാത്രമാണ് ഒരു ഗർഭനിരോധന ഉറ നമ്മൾ ഗവൺമെന്റ് നിരോധന എന്ന രീതിയിൽ അവർക്ക് കൊടുക്കുന്നത്. പോലും ഉപയോഗിക്കാത്ത ആളുകളും നിർബന്ധപൂർവ്വം ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം ലേഡീസിനും അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ പെൺകുട്ടികൾ കുറച്ചും കൂടെ ബോധവതികളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ആൺകുട്ടികൾക്കാണെങ്കിലും അതിപ്പോൾ ഫാമിലിയിലാണെങ്കിലും പ്ലാനിങ്ങിൽ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. കോപ്പർട്ടി യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്വാണ്ടം യൂസ് ചെയ്യുന്നവരുണ്ട്. അത് സ്ത്രീക്കും പുരുഷനും എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ? മാഡം, ഒരു കാര്യം എന്ന് വെച്ചാൽ ഗർഭധാരണം തടയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവങ്ങളുടെ ഇടവേള കൂട്ടുന്നതിന് വേണ്ടിയും ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്, താൽക്കാലിക മെത്തേഡുകളുണ്ട്. ആ താൽക്കാലിക മെത്തേഡ് ഇപ്പോൾ മാഡം സൂചിപ്പിച്ച നമ്മുടെ കോണ്ടം അതിപ്പോൾ കോമൺ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ഇത് എന്ന് വെച്ചാൽ സെക്ച്വൽ ഇന്റർകോഴ്സ് സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതുകൊണ്ടൊരു ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഗർഭധാരണം തടയുന്നതിനെ പോലെ തന്നെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, HIV, HBsAg, മറ്റുള്ള സിഫിലിസ്, ഗൊണേറിയ തുടങ്ങിയ ഡിസീസ് തടയുന്നതിനും ഈ കോണ്ടത്തിന് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലത്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് സെക്സ് പാർട്ട്ണറായിട്ട് വരുന്ന ആളെ പറ്റി ഒരു ഐഡിയ ഇല്ല, അയാളെ പറ്റിയുള്ള ആ വിശ്വാസക്കുറവ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം. ഗർഭം തടയുന്നതൊപ്പം തന്നെ ഇങ്ങനെ മാറ്റുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. നമുക്ക് ആ ഒരു എയ്ഡ്സ് പേഷ്യൻസ് ഒക്കെ നമ്മുടെ തൃശ്ശൂരിൽ വീണ്ടും നമ്മുടെ ജനറേഷൻ എക്സിലുള്ള കുട്ടികളിൽ പോലും വരുന്നു എന്ന് പറയുമ്പോൾ നിർബന്ധ ബുദ്ധിയിൽ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുകൂടാതെ മാഡം, ഈ സ്ത്രീകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്ത്രീകളിലും ഒരു ബാരിയർ മെത്തേഡ്, ഇതിന് ബാരിയർ മെത്തേഡ് എന്നാ നമ്മൾ പറയാം. ബാരിയർ ഉണ്ട്, ഡയഫ്രം എന്നുള്ള ബാരിയർ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ സിലിക്കോൺ ആയിട്ടുള്ള സ്പോഞ്ച്. അതിന് സ്പേമിസൈഡ് ആക്ഷൻ ഉണ്ട്. അതായത് പുരുഷന്റെ സെമന്റെ ഉള്ളിലുള്ള സ്പേമിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അത് ഗർഭധാരണം തടയുന്നു. ഒരു പെർമനന്റ് യൂസ് അല്ല, ടെമ്പററി യൂസ് ആണ്. ഇത് ആ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാലോ? തീർച്ചയായിട്ടും. പിന്നെ ഒരു എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ മെത്തേഡ് ഉണ്ട്. അത് കുറച്ചും കൂടി ഒരു ഫാമിലി ആയിട്ട് ലൈഫ് ചെയ്യുന്നവരാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹോർമോൺ ടാബ്ലറ്റ് രൂപത്തിൽ അത് കഴിക്കാം. അതായത് ഡെയിലി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഈ ഹോർമോൺ ഇതന്നെ ഇഞ്ചക്ഷൻ രൂപത്തിൽ, ഉദാഹരണം അന്തര. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ 3 മാസം കൂടുമ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ 3 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന വേളയിൽ നമ്മുടെ ഗർഭധാരണം തടയപ്പെടുന്നു. ഇനി ഇഞ്ചക്ഷൻ ചെയ്ത് നിർത്തിന്ന് വെക്കാം. നിർത്തി കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ അവർക്ക് അടുത്ത ഗർഭം ധരിക്കാം. യാതൊരു പ്രശ്നമില്ല. IV ആണോ IM ആണോ എങ്ങനെ കൊടുക്കണം? IM, ഇൻട്രാമസ്കുലർ ആയിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അതുപോലെ ഇൻട്രാഡെർമൽ ആയിട്ടും ഇഞ്ചക്ഷൻ ചെയ്യാവുന്നതാണ്. അത് ശരി. അത് സ്ത്രീക്കാണ് കൊടുക്കുന്നത്? സ്ത്രീക്കാണ് കൊടുക്കുന്നത്. ഭർത്താവ് വിദേശത്താണ്, ഭർത്താവ് വരുന്നു, അപ്പോ ഉടനെ പോയിട്ട് കോപ്പർട്ടി ഇടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഭർത്താവ് വളരെ ഇതിൽ വരുമ്പോ കോണ്ടം ഉപയോഗിക്കാൻ നിർബന്ധിക്കാൻ പറ്റില്ല. സോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇഞ്ചക്ഷൻ അന്തര നമ്മുടെ മെൻസ്ട്രൽ ഡേറ്റിന്റെ അനുസരിച്ച് ചെന്നിട്ട് നമ്മളെടുത്ത് 3 മാസം വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അടുത്ത 3 മാസം കൂടി വീണ്ടും നമ്മളെടുത്ത് പ്രൊട്ടക്ഷൻ നമുക്ക് നേരാം. യാതൊരു സൈഡ് ഇഫക്റ്റും അതിനില്ല. ഓക്കെ. നമ്മള് ഒരു തരത്തിലുള്ള ഗർഭനിരോധനോപാധികൾക്കും 100% പറയുന്നില്ല. ഇതും അങ്ങനെ തന്നെയാണോ? അത് ശരിക്കും പറഞ്ഞ മാഡം 100% ആ എങ്ങനെയാണോ അത് നിഷ്കർഷിച്ചേക്കണേ ആ രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ മെൻസ്ട്രൽ ഡേറ്റിന്റെ ആ ഒരു രീതിയായിട്ട് അത് ബന്ധപ്പെട്ടതാണ്.
അത് ഡേറ്റ് വൈകി പോയി ഇഞ്ചക്ഷൻ എടുത്താൽ പ്രശ്നമാണല്ലോ മാഡം. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തേണെങ്കിൽ ഏകദേശം 100% അത് ഇതാണ് ഉറപ്പിലാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ആയിരിക്കണം മാഡം. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ സാധാരണക്കാർക്ക് ഇതുവരെ ജനറലി ഒരു നോളജ് ആയിട്ടില്ല എന്നത് തന്നെയാണ്. ഗവൺമെന്റിന്റെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും, അതായത് ഡെലിവറി പോയിന്റുകൾ, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 8-9 ഡെലിവറി പോയിന്റ് ഉണ്ട്. ആ 9 സ്ഥലത്തും ഈ ഇഞ്ചക്ഷൻ ലഭ്യമാണ്, അവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ മാഡം ഇപ്പൊ ഈ ടെമ്പററി മെത്തേഡ് ആണല്ലോ നമ്മൾ പറയണേ. ഇപ്പൊ നമ്മള് ആദ്യത്തെ ടെമ്പററി മെത്തേഡ് ബാരിയർ മെത്തേഡ് പറഞ്ഞു, കോണ്ടം അതിൽപ്പെട്ടതാണ്. സിലിക്കോൺ ജെല്ലും പാഡും അതും അതിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോർമോണൽ ടാബ്ലറ്റ് പറഞ്ഞു, അതുപോലെ ഇഞ്ചക്ഷൻ പറഞ്ഞു. മൂന്നാമത്തേത് ഒരു ലോങ് ടേം റിവേഴ്സിബിൾ ആയിട്ടുള്ള മെത്തേഡാണ്, അതാണ് കോപ്പർട്ടി. ഈ ശരിക്കും പറഞ്ഞാൽ കോപ്പർട്ടി ഇടണം കാര്യം പറയുമ്പോഴേക്കും ബാക്ക് പെയിൻ ആണ്, യൂറിനറി ഇൻഫെക്ഷൻ വരും, അങ്ങനെ കുറെ ഇത് പറയും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബാക്ക് പെയിനോ ഇതും ഒരു കംപ്ലൈന്റും ഇല്ല, അങ്ങനെ വരില്ല. ധൈര്യപ്പെട്ട് അത് യൂസ് ചെയ്യാൻ ഭാഗമായിട്ടല്ല. അല്ല. ഈ കോപ്പർട്ടി 5 വർഷത്തേക്ക് ഇടാം, 10 വർഷത്തേക്ക് ഇടാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ലോങ് ടേം റിവേഴ്സിബിൾ ആയിട്ടുള്ള ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് കോപ്പർട്ടി എന്ന് വെച്ചാൽ. അപ്പൊ ഇത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ സത്യം പറഞ്ഞാൽ ഒരു FHC തൊട്ട് മുകളിലേക്കുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഈ IUCD നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു മാനസികമായിട്ടും പ്രത്യാഘാതങ്ങൾ കൊണ്ടുവരാത്ത ഗർഭധാരണത്തിലേക്ക് പോവാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു അറിവിനെ വർദ്ധിപ്പിക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെയാണ്. ഇത് ഈ കോപ്പർട്ടി പറഞ്ഞപ്പോൾ ഞാൻ 2 പോയിന്റും കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടവേള, മതിയായ ഇടവേള എന്ന് പറഞ്ഞോളൂ. അപ്പൊ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ കോപ്പർട്ടി നിക്ഷേപിക്കാം, ലേബർ റൂമിൽ വെച്ചിട്ട് തന്നെ. അതായത് പോസ്റ്റ്മോർട്ടം IUCD ഉണ്ട്, മനസ്സിലായി. അതുപോലെ തന്നെ ഒരു അബോർഷനാണ് നടന്നെന്ന് വെക്കാം. അബോർഷൻ നടന്ന ഒരാൾക്കും ഉടനെ തന്നെ അബോർഷൻ കഴിഞ്ഞ ഉടനെ ഈ IUCD, പോസ്റ്റ് അബോർഷൻ IUCD, പോസ്റ്റ് പാർട്ടും പോസ്റ്റ് അബോർഷൻ IUCD ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയേ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഫാമിലിയേക്കാൾ അധികമായിട്ട് ലിവിങ് ടുഗദർ റിലേഷൻസ് ആണ് ഇപ്പോ കാണുന്നത്. നമ്മള് ഫാമിലി ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാളേറെ നമ്മൾ ലിവിങ് ടുഗദർ, അങ്ങനെ ഇപ്പൊ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ലിവിങ് ടുഗദർ പങ്കാളികൾക്ക് നമ്മളിങ്ങനെ വേറെ നിയമത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും മാഡം. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റില് കപ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിലുള്ള സ്ത്രീ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 14 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ഇത് റീപ്രൊഡക്റ്റീവ് പീരീഡാണ്. ആ പീരീഡുള്ള സ്ത്രീക്ക് ഏത് മെത്തേഡ് വേണ്ടെങ്കിൽ എടുക്കാം. അതൊരു കഫറ്റേരിയ പ്രാക്ടീസ് ആണ്. അതായത് അവർക്കൊരു ബക്കറ്റ് ഫുൾ ഓഫ് മെത്തേഡ്സ് നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. അവരോട് പറയാം ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളാം, ആ ഇഷ്ടമുള്ള മെത്തേഡിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാഡം ഫുൾ ടെമ്പററി മെത്തേഡാണ് പറഞ്ഞത്. അപ്പൊ ഈ ടെമ്പററി മെത്തേഡ് ഇപ്പൊ മാഡം സൂചിപ്പിച്ചില്ലേ, ഇങ്ങനെ വന്ന് സമീപിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ അതിന് പറഞ്ഞു കപ്പിൾസ് ആവണമെന്നൊന്നുമില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതാണ് അവകാശമുണ്ട്. അവിടെയാണ് ആ ധൈര്യപൂർവ്വം നമുക്ക് ഇങ്ങനെ ചെന്ന് ഒരു RCH ഓഫീസറെയോ അല്ലെങ്കിൽ അവരുടെ താഴെ വർക്ക് ചെയ്യുന്ന ആരെ വേണമെങ്കിലും നമുക്ക് കാണാം. ഇപ്പൊ ഓഫീസർ തന്നെ കാണണമെന്നില്ലല്ലോ. നമ്മുടെ ആ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഇപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ നമ്മൾ വന്നെന്ന് വിചാരിക്കൂ, എവിടെയാണ് ഈ ഒരു പെൺകുട്ടി എത്തേണ്ടത്? മാഡം ഇവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, അതായത് മേജർ ഹോസ്പിറ്റല്, അത് ഞങ്ങൾ പറഞ്ഞ താലൂക്ക് ഹോസ്പിറ്റൽ തൊട്ട് ജനറൽ ഹോസ്പിറ്റൽ വരെയുള്ളതിനാണ് ആരോഗ്യവകുപ്പിലെ മേജർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. താലൂക്ക് ഹോസ്പിറ്റൽ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, പിന്നെ ജില്ലാ ആശുപത്രി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, അവിടെ ഒക്കെ PP യൂണിറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഒരു യൂണിറ്റ് തന്നെ അവിടെ ഉണ്ട്. അപ്പൊ ആ യൂണിറ്റിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും അതുപോലെ പബ്ലിക് ഹെൽത്ത് നഴ്സും അവിടെയുണ്ട്. അവർക്ക് എന്തായാലും ചാർജ് ഉള്ളൊരു ഡോക്ടറും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് അവിടെ കിട്ടുന്നത്. ആ സമയത്ത് ഒരു FHC ലെവലിൽ പോവുകയാണെങ്കിൽ അതിന് താഴേക്ക് ഉണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആം മന്ദിർ. ഇപ്പൊ എല്ലാ ആക്ടിവിറ്റിയും ആം കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. ആമിലാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ആമിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ പറഞ്ഞു തരാനും അവയർനെസ് ചെയ്യാനും അവിടെ ഉള്ളത് അവിടേക്ക്
ആവശ്യത്തിന് കൊടുക്കാനും. ഇപ്പൊ കോണ്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയായിട്ട് ജാക്ക് ടീം എന്ന് പറഞ്ഞാൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ടീംസ് തന്നെ ഉണ്ട്. അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, MLSP, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അവരുണ്ട്. ഈ മൊബിലൈസേഷനായിട്ട് ഇനിയിപ്പോൾ പബ്ലിക്കിന് നേരിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ആശാപ്രവർത്തകരുണ്ട്. ഇപ്പൊ എൻ്റെ വാർഡിലെ ആശ ആ വാർഡിലുള്ള എല്ലാവരും അവർക്കറിയാം. അപ്പൊ അവരോട് വേണമെങ്കിൽ പറയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു. ഇവിടെയാണ് ഈ പ്രശ്നം. അതായത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തുക. അതൊരു പക്ഷേ ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ അതിന് സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലപാടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ പലപ്പോഴും ഇവര് ടൂർ പോവുക, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു കുറച്ച് ഔട്ടിങ്, എവിടെയെങ്കിലും താമസിക്കുക. നമ്മൾ കേൾക്കുന്ന പോലെ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് വരിക, ഇവരെന്നിട്ട് യൂണിഫോം മാറി ടെന്റ് അടിച്ച് 2-3 ദിവസമൊക്കെ താമസിച്ചിട്ടൊക്കെയാണ് 1-2-3 പേരൊക്കെ വരുന്നത്. പക്ഷെ നമ്മളിതിനെ തടയുന്നില്ല. അവരുടെ ഒരു കുട്ടികളാണെങ്കിൽ അത് നമ്മൾ തടയുക തന്നെ വേണം. പ്രായപൂർത്തിയാവാത്തവരാണെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് 18 വയസ്സ് എന്ന് പറയുന്ന ഒരു മാർജിന് അപ്പുറത്തേക്ക് അതിന് മുൻപേ തുടങ്ങേണ്ടതല്ലേ നമ്മളിത്? തീർച്ചയായിട്ടും അതിന് എഡ്യൂക്കേഷൻ അതിന് മുമ്പേ തുടങ്ങണം. എഡ്യൂക്കേഷൻ 18 വയസ്സ് വരെ നമ്മളെ വളർത്തി വലുതാക്കുന്ന രക്ഷിതാക്കളുടെ അണ്ടറിൽ തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതാണ് ഞാൻ മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കളെ, നമ്മുടെ ഗുരുനാഥന്മാരെ, നമ്മുടെ ബഹുമാനിക്കുന്ന ഏതൊരു വ്യക്തികളും നമ്മളോട് പറയും, കുഞ്ഞത് ചെയ്യല്ലേ, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കണം. അതിലാണ് മൂല്യത്തിന്റെ ഇമ്പോർട്ടന്റ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പൊതു ഇടങ്ങളിൽ ലൈംഗിക ചേഷ്ടകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആളുകൾ അത് നിയന്ത്രിക്കും, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യും. അത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് എത്തും. ഞങ്ങളിവിടെ ഇപ്പം നമ്മുടെ തന്നെ തൃശ്ശൂർ ഈ നമ്മുടെ റൗണ്ടിലുള്ള തേക്കിൻകാട് മൈതാനം നമ്മൾ വെറുതെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും തോളോട് തോൾ ചേർന്നവരിയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അവർ കൂട്ടുകാരാണ്, അവരവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തിൻ്റെ പുറത്ത് അവർ കിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ പബ്ലിക്കലി കാണുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ തുടക്കമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് തുടക്കമെന്ന് അറിഞ്ഞുകൊണ്ട്, ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇവരുടെ വളർച്ച എന്ന് അറിഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഒരു ബോധം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? മാഡം ഇപ്പൊ പറഞ്ഞ കുറെ സീനുകൾ പറഞ്ഞില്ലേ, ആ സീനുകൾ ഒരിക്കലും അവരെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നില്ല. എല്ലാ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കളെ പൂർണ്ണമായി വിശ്വാസമാണ്. ഇപ്പൊ ആരെങ്കിലും തന്നെ അങ്ങനെ ഒരു കണ്ടു എന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് എതിർക്കും. അപ്പൊ ആ ഒരു ഇതുണ്ട്. പക്ഷെ മാതാപിതാക്കൾക്ക് കൃത്യമായ ഒരു അവബോധം ഇതിനെപ്പറ്റി നൽകണം. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്മുടെ ആമുണ്ടല്ലോ, ഞങ്ങളുടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ വഴി ഇപ്പൊ വിമൻസ് ക്ലിനിക്കൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ജനകീയ ആരോഗ്യം കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്ലബ്ബുകളും അതിനുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ടോക്കും സംസാരിക്കാനൊക്കെ ഒരു ഇൻസിഡന്റ് വന്നെന്ന് വയ്ക്കുക, അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ അങ്ങനെ ഒരു മാറ്ററെ പറ്റി അവിടെ ഗഹനമായി ചർച്ച ചെയ്യണം. ആ വിഷയത്തെ പറ്റിയല്ല, അതിന് ആധാരമായ വിഷയത്തെ പറ്റി ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഡിഫറൻസ് ഇന്നത്തെ തലമുറയ്ക്കില്ല. വളരെ നല്ല കാര്യം. പണ്ട് കാലത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും വെവ്വേറെ ഇരുന്നെങ്കിൽ ഇന്ന് അവർ ഒരുമിച്ച് സംസാരിക്കുന്നു. പക്ഷെ അത് നല്ലൊരു ആരോഗ്യകരമായ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അനാരോഗ്യപരമായ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുകയാകുമ്പോഴാണ് അത് ഇല്ലീഗൽ റിലേഷനിലേക്ക് പോകുന്നത്. അതാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു കിസ്സിംഗ് ആണെങ്കിൽ, ഹഗ്ഗിംഗ് ആണെങ്കിൽ, ഹെൽത്തി ആണെങ്കിൽ അത് ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ലെവലിലേക്ക് നമ്മൾ വന്ന് സ്ത്രീ പുരുഷ ബന്ധ ലൈംഗികതയിലേക്ക് വരുന്നതാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അല്ലാതെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മളൊരു നല്ലൊരു ഹഗ് അല്ലെങ്കിൽ നല്ലൊരു കിസ്, അത് നമ്മുടെ ഏതൊരു ഫ്രണ്ട് ആണെങ്കിലും നമുക്കൊരു ആശ്വാസമാണ്. അതിന് നേരത്തെ മാം പറഞ്ഞതുപോലെ ജെൻഡർ നമുക്ക് ഇഷ്യൂ അല്ല. പക്ഷെ അവിടങ്ങളിൽ നിന്ന് പിന്നീട് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കുടുംബങ്ങളെ തന്നെ തകർക്കുന്ന, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എവിടെയാണ് നമ്മൾ ലിമിറ്റേഷൻ കൊണ്ടുവരേണ്ടത്, അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽ തുമ്പത്തുണ്ട്. എന്തിനെക്കുറിച്ചും ചോദിച്ചാൽ ChatGPTയും ജെമിനിയും എല്ലാ കാര്യങ്ങളും അവരുടെ നല്ല സുഹൃത്തായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവരുടെ ഒരു മാർജിൻ ഉണ്ട്.
അപ്പോൾ അത് ഞാൻ ആ ഡോക്ടറോട് ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ആശയോട് ഞാൻ ചോദിക്കണമെങ്കിൽ, അങ്ങനെ അങ്കമാടി ടീച്ചറോട് പറയണമെങ്കിൽ, ഒരു ഹെൽത്ത് നഴ്സിനോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു ആശയവിനിമയത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്നെക്കുറിച്ച് അവരെന്ത് ചിന്തിക്കും, ഇനി എൻ്റെ വീട്ടിൽ അറിയൂ ഞാനിത്, അങ്ങനെയുള്ള ഒരു പേടിയെ നമുക്ക് എങ്ങനെ മറികടക്കാം? മേഡം, അവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള പേടിയുണ്ടെങ്കിൽ അവർ മേഡം നേരത്തെ പറഞ്ഞ രീതിയിൽ പബ്ലിക് പ്ലേസിലുള്ള ചില കാര്യങ്ങളിലേക്കല്ലോ അവരങ്ങനെ പോകില്ലല്ലോ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവരെ വികാരമാണ് അവരെ വിവേകത്തെ അവിടെ തളർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർ വിവേകം നമ്മൾ ഉണർത്തിയാണ് വേണ്ടത്. ആ വിവേകം ഉണർത്താനായി നന്നായി അവയർനെസ്സുകൾ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളെ പറ്റിയുള്ള ധാരണ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ വേണ്ട സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെയാണ്. ഞാൻ കേട്ടൊരു കാര്യം, ഒരു 14 വയസ്സായ കുട്ടി അച്ഛനെ ചികിത്സിക്കാനായിട്ടൊരു ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ വന്നു കഴിഞ്ഞിട്ട് എപ്പോഴും അവർ ഡോക്ടറെ കാണുന്നു. വളരെ പ്രശ്നമുണ്ടായപ്പോൾ ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത കൂട്ടത്തിൽ ചെയ്തപ്പോൾ HIV പോസിറ്റീവാണ്. അച്ഛനെ നോക്കാൻ വേണ്ടി നിന്ന സാഹചര്യത്തിൽ വേറൊരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് ഒട്ടും പരിചയമില്ലാത്ത ആളായിട്ട് സെക്സിൽ ഏർപ്പെട്ടു. 14 വയസ്സായ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തായാലും 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നിയന്ത്രണമുണ്ട് ഓരോ പ്രായത്തിൻ്റെതായിട്ടുള്ള നിയന്ത്രണം നമുക്ക് നിയമത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതും കൂടെ അവർ മനസ്സിലാക്കണം. തന്നെയല്ല, കൂടുതലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിന് മാത്രമല്ല, കുറച്ചും കൂടെ ഒരു പ്രായപൂർത്തിയായി വിവാഹിതരായിട്ട് പോലും ആഫ്റ്റർ മാരേജിൽ അവർ മറ്റ് രീതികളിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പങ്കാളി മാത്രമാണ് നമ്മുടെ ആ ഒരു ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും വേറൊരു രീതിയിലും അവർ മാറുന്നുണ്ടായിരിക്കും, പല റിലേഷൻഷിപ്പിലേക്കും പോകുന്നുണ്ടായിരിക്കും. അവിടങ്ങളിൽ നിന്നും ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ഗർഭധാരണങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ മാത്രമാണെന്നുള്ളതാണോ, അത് പുരുഷനും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ശരിക്കും പറഞ്ഞൊരു ആഫ്റ്റർ ഇഫക്റ്റ് വന്നാൽ പ്രകൃതി തന്നെ ആഫ്റ്റർ ഇഫക്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് സ്ത്രീക്ക് മാത്രമല്ല മേഡം. തീർച്ചയായിട്ടും ഇപ്പൊ രോഗം വരാം, HIV വരാം, മറ്റുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് രണ്ടുപേർക്കും ഒരുപോലെയാണ്. പക്ഷെ അതാരും അറിയുന്നില്ല. പക്ഷെ ഗർഭം സംഭവിക്കുന്നതെങ്കിൽ, ഗർഭമാണ് അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എങ്കിൽ അത് സംഭവിക്കുന്നത് സ്ത്രീക്ക് മാത്രമല്ലേ. വേണോ വേണ്ടേ എന്നുള്ളത് അപ്പൊ അവൾ തന്നെ തീരുമാനിക്കണം. അവിടെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ താൽക്കാലികമായ മെത്തേഡുകൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഒരു നമ്മളിപ്പോ ഇപ്പൊ മാഡം പറഞ്ഞ കിസ് ചെയ്യുക, പബ്ലിക് പ്ലേസിലിരുന്ന് ഹഗ് ചെയ്യുക, അപ്പോൾ ഇതൊരു എന്തിനേയോ തുടക്കമാണെന്ന് മാഡം പറഞ്ഞില്ലേ. ആ ഒരു തുടക്കം എന്നുള്ളതിലേക്ക് നമ്മളെ മനസ്സ് നീങ്ങുകയാണെങ്കിൽ അത് അവിടെ തടയിടണം. രണ്ടു കൂട്ടൻ തീരുമാനം എടുത്ത് തടയിട്ട് നിശ്ചിത ഏജ്, നമുക്ക് പറഞ്ഞ ആ ഏജ് കഴിഞ്ഞിട്ട് മാത്രമേ അത് പാടുള്ളൂ എന്ന് സ്വയം ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മളങ്ങനെ ആ ഒരു വഴിയിലേക്ക് വളർത്തുക എന്നുള്ളത് ഇതിലൊരു വലിയ ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഓക്കെ, ഞാൻ പെൺകുട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ, അതിപ്പോൾ എന്താ ചേച്ചി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 24 hours നമ്മളൊരു പിൽസ് കഴിച്ചാൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിൽസൊക്കെ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഏതാ പിൽസ് എന്ന് പോലും ഞാൻ ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ഗർഭധാരണം ഇപ്പോൾ ബൈ ചാൻസ് സംഭവിച്ചു, അതൊരു ഓവുലേഷൻ ടൈം ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത് ഭ്രൂണമാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഭ്രൂണത്തെ അപ്പം തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന പിൽസൊക്കെ ഉണ്ടോ? എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉണ്ട്. ഇത് ആക്സിഡന്റൽ ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറാണ് ഏറ്റവും ഉള്ള സമയം, 48 ആയാലും കുഴപ്പമില്ല എന്ന് പറയും. ഇതിന് 24 മണിക്കൂറിനുള്ളിൽ ആ ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ 100% ഗർഭിണിയാവില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ മാഡം പറഞ്ഞ ആ കുട്ടികൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർ പല പ്രാവശ്യം അത് ഉപയോഗിക്കുമ്പോൾ, ഏത് മെഡിസിൻ ആയാലും പല പ്രാവശ്യങ്ങളായിട്ട് ഹോർമോണൽ ഗുളിക ഉപയോഗിക്കുമ്പോൾ അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവില്ലേ? അവരതിന്റെ സൈഡ് ഇഫക്റ്റിനെ പറ്റി ചിന്തിക്കണ്ടേ ശരിക്കും പറഞ്ഞ. അപ്പോൾ അങ്ങനെയുണ്ട്. അല്ലാണ്ട് എപ്പോഴും ഇന്റർകോഴ്സ് ചെയ്യുക, ഈസി പിൽസ് കഴിക്കുക, ഇന്റർകോഴ്സ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പാടില്ല മാഡം. അതാണ് പറഞ്ഞത്. അപ്പോൾ വളരെ നമുക്ക് എന്താ പറയാ, ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറഞ്ഞ
ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ക്വാണ്ടം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയഫ്രം, ക്വാണ്ടം, അത് സാധാരണ ഉള്ള മെത്തേഡുകൾ. അത് കൂടാതെ ഇപ്പൊ ഞാൻ മാഡത്തോട് പറഞ്ഞ ഒരു ഫാമിലി ലൈഫിലേക്ക് പോയ ആളുകളാണെങ്കിൽ ഹോർമോൺ മെത്തേഡുകളുണ്ട്, ടാബ്ലറ്റ് ആയിട്ടും ഇഞ്ചക്ഷൻ രൂപത്തിലുണ്ട്. ഇനി ഫാമിലി ഉണ്ടായി, കുഞ്ഞുണ്ടായി, അപ്പോൾ ഒരു സ്പേസിങ് വേണമെന്നാണ് താല്പര്യം ഉണ്ടെങ്കിൽ സ്പേസിങ് മെത്തേഡായ IUCD 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഇടവേള നമ്മുടെ ഇപ്രാവശ്യത്തെ ആ ഒരു പ്രമേയവും ലോക ജനസംഖ്യാ ദിനവുമായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഇടവേള എത്രയായിരിക്കും സാധാരണഗതിയിൽ നമ്മൾ പറയണത്? ഇപ്പൊ ഇടവേള വേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനാണ്. അമ്മയ്ക്കും ആരോഗ്യം നൽകണം, കുഞ്ഞിനും ആരോഗ്യം വേണം. ഈ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം അമ്മയുടെ മുലപ്പാലിലൂടെയാണ്. അപ്പൊ നമ്മൾ പറയില്ലേ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഒരു കുഞ്ഞിന് വേണ്ടത്. അതിനുശേഷം ഒരു കുഞ്ഞിന് എന്തായാലും ഒരു 2.5-3 വയസ്സ് വരെ പാല് കുടിക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ അടുത്ത ഗർഭം ഉണ്ടായാൽ ഇത് നടക്കില്ല. അതിനേക്കാൾ ഉപരി നല്ല വീനിങ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കൂടുതലും പാചകം ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഒരു അമ്മയാണ്. അച്ഛൻ ചെയ്യേണ്ടെന്നല്ല പറയണേ, കുറച്ചും കൂടി ഒരു മാതൃത്വ ഭാവമാണ് അവിടെ ഉണ്ടാവുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു പാചകം അവിടെ ചെയ്തു കൊടുക്കേണ്ട അമ്മ വേറൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞിന്റെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. ഗർഭത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ നേരിടണമെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലും സാധിക്കില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞിന്റെ ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികമായിട്ടും ബുദ്ധിപരമായ വളർച്ചയും ഈ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിനെ കൊണ്ടു നടന്ന് സമൂഹത്തെയും ലോകത്തെയും പരിസ്ഥിതിയെയും ഒക്കെ കാണിക്കാൻ, ഇത് കാക്ക, ഇത് പൂച്ച, ഇത് പാടം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്മ വയ്യാതെ ഛർദ്ദിച്ച് കിടക്കണമെങ്കിൽ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ കുഞ്ഞിന്റെ ഏത് തരത്തിലുള്ള വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഇടവേള ആവശ്യമാണ്. പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള അത് തന്നെയാണ് ഈ തവണത്തെ ലോക ജനസംഖ്യാ ദിനത്തിലെ നമ്മുടെ സന്ദേശം പറയുന്നത്. അപ്പോൾ ഒരു പ്രസവം കഴിയുമ്പോൾ തന്നെ ആ ഇടവേള എടുക്കാനായിട്ട് ലേബർ റൂമിൽ തന്നെ അതിന്റെ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഒരു സ്ത്രീ മുന്നോട്ട് പോവാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറയാം? ഒരു കാര്യം കൂടി പറയാം മാഡം. ഇപ്പൊ നമ്മള് പ്രിവെൻഷൻ ആണ് പറഞ്ഞത്, പക്ഷെ വേറൊരു ഇതുണ്ട്. ഇപ്പൊ നമുക്ക് 2 കുഞ്ഞായി, 2 കുഞ്ഞാണല്ലോ നമ്മൾ ഇന്ന് പറയുന്നത്. ഇനി ഒരു കുഞ്ഞ് മതി എന്ന് വെക്കാം. പക്ഷെ 2 കുഞ്ഞിനാണ് കുറേയും കൂടി ഇത് ചെയ്യുന്നത്. നമ്മൾ 2 കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ് സ്വീകരിക്കാം. അത് പെർമനന്റ് ആയിട്ട് ഗർഭിണി ആവാതിരിക്കാനുള്ള മെത്തേഡ് നമുക്ക് സ്വീകരിക്കാം. അതിനിപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ മെത്തേഡ് ഇപ്പൊ സ്ത്രീക്കാണെങ്കിൽ എന്താ അണ്ടവാഹിനി കുഴലുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മുടെ ട്യൂബെക്ടമി അവിടെ ചെയ്യപ്പെടുന്നു. ഈ അണ്ടവാഹിനി കുഴലിന്റെ ട്യൂബിനെ നമ്മൾ ലൈഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്യൂബെക്ടമി ചെയ്യുന്നു. അത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ട്യൂബെക്ടമി ചെയ്യപ്പെടും. അതുപോലെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ സിസേറിയൻ ആണ് നടക്കുന്നതെങ്കിൽ സിസേറിയനോടൊപ്പം തന്നെ ഈ ട്യൂബെക്ടമി പ്രോസസ്സ് നടക്കാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, കുറേ നാളം നേരത്തെ പറഞ്ഞ ടെമ്പററി മെത്തേഡുകൾ ഉപയോഗിച്ചു, കുഞ്ഞുങ്ങൾ 2 പേരൊക്കെ ആയി കഴിഞ്ഞു, പെർമനന്റ് മെത്തേഡ് വേണം എന്നൊരു തീരുമാനം ലേറ്റ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ ലാപ്രോസ്കോപ്പി സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഈ ടെക്നിക്ക് എല്ലാം തന്നെ നമ്മുടെ ഡെലിവറി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലും നടത്തുന്നുണ്ടായിരിക്കും ഇത്. എന്തായാലും എല്ലാ ഗവൺമെന്റിന്റെ ഡെലിവറി പോയിന്റിലും ഇതുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ലേഡീസിന്റെ കാര്യം മാത്രമാണ് പറയണത്. പക്ഷെ ആണുങ്ങൾക്ക് മെത്തേഡ് ഉണ്ട്. ആണുങ്ങൾക്ക് സ്ത്രീകളെ പോലെ അണ്ടവാഹിനി കുഴൽ പോലെ തന്നെ ആണുങ്ങൾക്കുള്ളതാണ് വാസ്റ്റ് ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലൈഗേറ്റ് ചെയ്യുക, വാസെക്ടമി ഇപ്പൊ ഏറ്റവും നല്ലൊരു മെത്തേഡ് NSV വന്നിട്ടുണ്ട്. വേദനരഹിത, സുഷിരരഹിത, സുരക്ഷിതമായൊരു മെത്തേഡാണ്. വേദനയില്ല, അവിടെ സൂചിയില്ല, സുരക്ഷിതമായൊരു മെത്തേഡായിട്ടാണ് വാസെക്ടമി ചെയ്യുന്നത്. പുരുഷന്മാരുടെ അവരുടെ ട്യൂബ് ലൈഗേറ്റ് ചെയ്യുന്നു. അതുമൂലം അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ NSV സ്വീകരിക്കാൻ പുരുഷന്മാർ മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും തീർച്ചയായും. കാരണം ഇപ്പൊ ലാപ്രോസ്കോപ്പി സ്റ്റെറിലൈസേഷൻ വഴി നിർത്തേണ്ട ഒരു സ്ത്രീയുടെ ഭർത്താവ് വരെയാണ് നീ ഈ തവണ ചെയ്യണ്ട,
നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വരണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് മാസത്തിൽ 1-2 ദിവസം ഗർഭധാരണത്തിനുള്ള ഒരു അവസരം പ്രകൃതി കൊടുക്കുന്നുള്ളൂ. പക്ഷെ പുരുഷന് അത് ദിനംതോറും എപ്പോൾ വേണമെങ്കിലും എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു ബീജോത്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് പുരുഷന്മാർ തന്നെ അതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ അത്രമാത്രം നമുക്ക് അതിനെ തടയിടാം. അത് സ്ത്രീകൾക്ക് ഒരു ആശ്വാസമാകും എന്നുള്ളതാണ്. അത് ഇപ്പോഴും നമ്മുടെ ഈ പറയുന്ന എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയല്ല, പെണ്ണുങ്ങളാണെന്ന് പറയുന്നത് മാറാൻ ഇതുപോലൊക്കെ തന്നെ സമയങ്ങളായി എന്നുള്ളത് തന്നെയാണ്. പുരുഷന്മാരെ തമ്മിൽ ഇത് അവർ സ്വീകരിക്കാത്തതിന് കാരണം ഇതിന്റെ അജ്ഞതയാണ്. പലപ്പോഴും ഈ ഒരു മെത്തേഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെക്ച്വൽ കഴിവ് നഷ്ടപ്പെടുമോ എന്ന് പുരുഷൻ പേടിക്കുന്നു. അത് ഭാര്യയായിട്ട് പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരും സമ്മതിക്കില്ല, അന്ന വേണ്ട ചേട്ടാ എന്ന് പറയും. പക്ഷെ ആക്ച്വലി അതിനായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ധൈര്യപ്പെട്ട് അപ്പൊ ഇങ്ങനെ ഒരു ചെയ്തു കഴിഞ്ഞാൽ ധൈര്യപ്പെട്ട് സെക്സ് ചെയ്യാവുന്നതാണ്. ഗർഭിണിയാണെന്ന് പേടിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ സെക്ച്വൽ കഴിവുകളൊന്നും ഇതിൽ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് ഒത്തിരി കാര്യങ്ങളിലേക്ക് അതിൽ പ്രത്യേകമായിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട, അറിവിലേക്ക് കൊണ്ടുവരേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ ഷീജ പങ്കുവച്ചത്. ഇനി കൂടുതലായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ ലോക ജനസംഖ്യാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട്? മാഡം, ലോക ജനസംഖ്യ ദിനത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യ വർദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം, അതുപോലെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഭദ്രത പുനർനിർമ്മാണം എന്ന് തുടങ്ങുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ. അപ്പൊ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും അവിടെ താളം തെറ്റിക്കുന്നു. കുടുംബത്തിലെ സാമൂഹ്യ പശ്ചാത്തലം അവിടെ മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും അത് ബാധിക്കുന്നു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിലെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമ്പോൾ അവരുടെ കുടുംബ ഭദ്രതയെയും ഇല്ലാതാക്കുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതാണ് നടക്കുന്നത്. അപ്പോൾ വിവേകത്തോടും കൂടി വികാരത്തെ മാറ്റി വെച്ചിട്ട് വിവേകത്തോടു കൂടി മുന്നോട്ട് നമ്മുടെ യുവതലമുറ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ തവണത്തെ സന്ദേശം ഉൾക്കൊള്ളുക. അതായത് നമ്മുടെ പ്രസവത്തിനിടയിലുള്ള മതിയായ ഇടവേള നൽകി സ്ത്രീക്ക് നല്ല ആരോഗ്യം കൊടുക്കുക, അതുപോലെ കുഞ്ഞിനും നല്ല ആരോഗ്യം കൊടുക്കുക. സ്ത്രീകളുടെയും കുഞ്ഞിന്റെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. ഒരു കാര്യം കൂടെ, ഞാനിപ്പോൾ കേരളം വലിയ രീതിയിൽ നമ്മുടെ ജനന മരണ നിരക്ക് കുറച്ചിട്ടുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇപ്പോൾ ഈ ഇടക്കാലയളവിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ചേർക്കുന്ന സമയത്ത് കുട്ടികൾ വളരെ കുറവാണെന്നും പറയുന്നു, പ്രായമായവർ കൂടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ജനസംഖ്യാ വർധനവ് നമ്മുടെ നാടുകളിലേക്ക് വന്ന സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ ഇതിനോടനുബന്ധിച്ച് വർദ്ധിച്ചിട്ടുണ്ടോ? അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിക്കോഷൻ നമ്മൾ കൊണ്ടുവരേണ്ടത്? മാഡം, തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതായത് സെറിബ്രൽ വാസ്കുലർ ആക്സിഡന്റ് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും മുമ്പ് ഒരു പ്രായം കഴിഞ്ഞ പ്രായമുള്ളവരിൽ കണ്ടിരുന്നത് ഇന്ന് യുവതലമുറയിൽ കാണുന്നു. 14 വയസ്സായ കുട്ടി ഓടാൻ പോയി കുഴഞ്ഞു വീഴുന്നു. അവന് വന്നേക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഫുഡിൻ്റെതായ ശീലാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറേണ്ടിയിരിക്കുന്നു മാഡം. അത് തീർച്ചയായിട്ടും നമ്മൾ ജങ്ക് ഫുഡിനെ ആശ്രയിക്കുന്നു. ശരിയായ രീതിയിൽ വീട്ടിൽ പാചകം ചെയ്ത നല്ല ഫുഡ്, അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും മിനറൽസും ഒക്കെ ഉള്ള ഫുഡ് കഴിക്കുക. ഒക്കേഷണലി പുറത്തുനിന്ന് കഴിക്കുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ യുവതലമുറ വീട്ടിലെത്തിക്കുന്ന ഫുഡ്, അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് നമുക്കൊരു ടേസ്റ്റ് കൂടുതലാണ്. പക്ഷെ ആ ഫുഡ് അയ്യോ ഇന്ന് ഇതാണോ, വേണ്ട, ഞാൻ ഇന്ന് അവിടെ നിന്ന് കഴിക്കുകയാണ്. അവിടെ ഓർഡർ ചെയ്തു, ഇപ്പോൾ ഓർഡർ ചെയ്താൽ വരും, വീട്ടിൽ ഫുഡ് എത്തി. കുഴിമന്തി മോശമാണെന്നല്ല, അതൊക്കെ ഒക്കേഷനിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് കഴിച്ചേ വളരുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. വളരെ അത് മാത്ര പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹോട്ടലുകളുടെ മുൻപിലെ, തട്ടുകടകളുടെ മുന്നിലെ, ഫാസ്റ്റ് ഫുഡുകളുടെ മുന്നിലൊക്കെ നീണ്ട വരിയും നിരയും ആളുകളെയും കാണുമ്പോഴാണ് ഇത്രമാത്രം നമ്മൾ ആരും വീട്ടിൽ ഭക്ഷണം വെക്കുന്നില്ലേ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ മേഡം, ഈ നീണ്ട വരി നിരയും ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കൗമാരപ്രായ അഡോളസന്റ് ഹെൽത്തുകാരുണ്ട്. അവർ കഴിക്കുന്ന എല്ലാ ദിവസം ഈ ഓയിലി ഫുഡ് കഴിച്ച് അവരുടെ കൊളസ്ട്രോൾ കൂടിയില്ലേ മാഡം? അവർക്ക് പ്രഷർ കൂടിയില്ലേ? ഇതിന്റെ കോംപ്ലിക്കേഷൻ അവർക്ക് വരില്ലേ? നാളെ നമ്മുടെ നാടിന്റെ അസറ്റാണ് അവര്, അല്ലേ? പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കേണ്ടവരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ
വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് ഡിസ്ട്രിക്ട് RCH ഓഫീസർ ഡോക്ടർ ഷീജ പറഞ്ഞ കാര്യങ്ങൾ അത്രയും വിലപിടിപ്പുള്ളതാണ്. നമുക്ക് അതിൽ നിന്ന് ഒന്നും കളയാനില്ല എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം ഉപയോഗപ്പെടുത്താം. അങ്ങനെയാണ് ലോക ജനസംഖ്യാ ദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. സ്നേഹത്തോടു കൂടി ഹലോ റേഡിയോയുടെ ശ്രോതാക്കളുടെയും നമ്മുടെ ടീമിൻ്റെയും പേരിൽ മാമിന് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ എത്തിയതിൽ. ഇനി എന്തെങ്കിലും സന്ദേശം പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ഈ സന്ദേശമാണ്. പ്രസവങ്ങൾക്കിടയിലുള്ള ഇടവേള കൂട്ടുക, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യവും ക്ഷേമവും നമ്മൾ ഉറപ്പുവരുത്തുക. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് നാളെയുടെ വാഗ്ദാനമാണ്. അപ്പൊ അവന്റെ ആരോഗ്യം അല്ലെങ്കിൽ അവളുടെ ആരോഗ്യം ഉറപ്പുവരുത്തോടുകൂടി രാഷ്ട്രത്തിന്റെ ക്ഷേമമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം. താങ്ക് യു.